പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. ഈ 5 ദിവസമായി നടത്തപ്പെടുന്ന ബൈബിൾ കൺവെൻഷനിലും സ്വർഗം തുറന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ കൺവെൻഷൻ നഗരിൽ നിറയുമ്പോൾ നിങ്ങൾ മുദ്രിതരാകട്ടെ, സംരക്ഷിതരായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രൂപതയുടെ വികാരി ജനറൽ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ വേത്താനത്തച്ഛനാണ്. നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ബൈബിൾ കൺവെൻഷൻ്റെ ഉത്തരവാദിത്വം പ്രത്യേകമാം വിധത്തിൽ അഭിവന്ദ്യ പിതാവ് ഏൽപ്പിച്ചിട്ടുള്ളത് സെബാസ്റ്റ്യൻ വേത്താനത്തച്ഛനെയാണ്. ആരാധന ആരാധന രാജാധി രാജാവിന് ആരാധന. ആരാധന ആരാധന ത്രിയേക ദൈവത്തിന് ആരാധന. പ്രാർത്ഥിക്കുന്ന നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. സർവ്വയർത്ഥി ഒരിക്കൽ കൂടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും ഒരിക്കൽ കൂടെ സ്വരമുയർത്തി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കണ്ണുകളടച്ച് വലതുകരമുയർത്തി നമുക്കെല്ലാവർക്കും ചേർന്ന് സങ്കീർത്തനം 91 ചൊല്ലി ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം ഇന്ന ദിവസം നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കറിയാവുന്ന സങ്കീർത്തനമാണ്. ഒരു 10 പേർ കേൾക്കത്തക്ക സ്വരത്തിൽ കണ്ണുകളടച്ച് സ്വരമുയർത്തി എല്ലാവരും ചേർന്ന് സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കാം. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും. അവിടുന്ന് എന്നെ വേടൻ്റെ കണിയിൽ നിന്നും മാരകമായ മഹാമാരി രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതൻ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. ഇവ സിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ വചനത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വരമേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ശരിയുടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
കർത്താവിൻ്റെ വിശുദ്ധ കുരിശിനാമത്തിന് മുദ്രയിടാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിങ്ങൾ രക്ഷിക്കണമേ. ഞങ്ങൾ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും ഇരിക്കും. പൈശാചിക സ്വാധീനങ്ങൾ, പാപത്തിൻ്റെ സ്വാധീനങ്ങൾ, തിന്മയുടെ ശക്തി, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അടിമത്തങ്ങൾ, അതെല്ലാം പുറത്തു പോയിട്ട് സ്വർഗത്തിലേക്ക് കർത്താവ് നമ്മുടെ ഹൃദയം തുറക്കും. സ്വർഗത്തിന് നേരെ നമ്മുടെ ഹൃദയം തുറക്കും. അപ്പോസ്തലപ്രവൃത്തി 7:54-55 വചനത്തിൽ സ്തെഫാനോസിന്റെ ഹൃദയം സ്വർഗത്തിലേക്ക് തുറന്ന ഹൃദയമാണ്. അതുകൊണ്ടാണ് സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ 7:54-55 വായിക്കുന്നു, ചുറ്റുമുള്ളവർ കോപാക്രാന്തരായി പല്ലുകടിച്ചു. സ്തെഫാനോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി. കർത്താവിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ആ ഹൃദയം സ്വർഗത്തിലേക്ക് തുറക്കപ്പെട്ട ഒരു ഹൃദയമാണ്. പൗലോസും ശീലാസും അപ്പോസ്തലപ്രവൃത്തി 16:25 നമ്മൾ വായിക്കുന്നുണ്ട്. അവരുടെ ഹൃദയം സ്വർഗത്തിലേക്ക് തുറക്കപ്പെട്ട ഹൃദയമാണ്. ആ വലിയ പ്രശ്നത്തിൽ അവർ കിടക്കുമ്പോൾ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിക്കുന്നത് അവരുടെ ഹൃദയം സ്വർഗത്തിലേക്ക് തുറക്കപ്പെട്ടിരിക്കുമ്പോഴാണ്. എപ്പോഴാണ് പൗലോസിന്റെ ഹൃദയം സ്വർഗത്തിലേക്ക് തുറക്കപ്പെട്ട? അപ്പോസ്തലപ്രവൃത്തി 9 10-11 വചനത്തിൽ പൗലോസ് ദമാസ്കസിലേക്ക് പോകുമ്പോൾ പൗലോസിന് വലിയ ദൈവാനുഭവം ഉണ്ടായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹം മടങ്ങി വന്ന് അദ്ദേഹം ഋജുവീതി എന്ന സ്ഥലത്ത് യൂദാസിൻ്റെ ഭവനത്തിൽ കാഴ്ചയില്ലാത്ത സാവൂൾ 3 ദിവസം പ്രാർത്ഥിച്ചു. പറയാണ്, അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവമായ കർത്താവ് അനനിയാസിനോട് പറയുന്നത്, നീ ചെന്ന് സാവൂൾ എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. അവിടെ വചനം പറയാണ്, അവനിതാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. 3 ദിവസം സാവൂൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം കണ്ടപ്പോഴാണ് അനനിയാസിനെ അയച്ച്. അനനിയാസ് വന്ന് സാവൂളിൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ സാവൂളിൻ്റെ കണ്ണിൽ നിന്ന് ചിതമ്പല് പോലെ എന്തോ അടർന്നു വീണു. അവൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഉടനെ വഴിമർ അപ്പോസ്തലപ്രവൃത്തി 9:17-18 നമ്മൾ വായിക്കുന്നു. അവിടെ പൗലോസ് സാവൂൾ ഉടനെ എഴുന്നേറ്റ് ഭക്ഷിച്ചു എന്നാണ് പറയുന്നത്. കണ്ണിലെ ചിതുമ്പൽ, അന്ധത മാറിപ്പോയപ്പോൾ അവൻ എഴുന്നേറ്റ് വചനം ഭക്ഷിച്ചു. ഉടനെ തന്നെ പൗലോസ് യേശു ദൈവപുത്രനാണെന്ന് പ്രസംഗിച്ചുകൊണ്ട് എല്ലായിടത്തും ചുറ്റി സഞ്ചരിക്കാൻ തുടങ്ങി. ഇരുകരങ്ങൾ ഉയർത്തി കണ്ണടച്ച് പിടിക്കാം. 7 നിയോഗങ്ങളെ ഈ സമയത്ത് ദൈവകരങ്ങളെ കൊടുത്ത് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചു പിടിച്ച് വിശ്വാസത്തോടെ നമുക്ക് 7 നിയോഗങ്ങൾ ആവശ്യങ്ങൾ സമർപ്പിക്കാം. ഇന്നത്തെ സുവിശേഷ വചനം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ ദൈവം ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന മേൽ സമർപ്പിക്കുക. ഏതെങ്കിലും പൈശാചിക പീഡകൾ നമ്മുടെ കുടുംബത്തിൽ നമുക്കെതിരെ അതുണ്ട് എങ്കിൽ അത് പൂർണ്ണമായി നീങ്ങിപ്പോകാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. കുടുംബത്തിലുള്ള തടസ്സങ്ങളൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ദുഷ്ടാരൂപികളുടെ രഹസ്യമായോ പരസ്യമായോ പ്രവർത്തനങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നീങ്ങിപ്പോകാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ സാന്നിധ്യമെന്നോ കൂടിരിക്കണം, നിന്റെ ബലമുള്ള ഭുജമെന്റെ തുണയാകണം, നിന്റെ വാചനമെൻ പാദങ്ങൾക്ക് ദീപമാകണം, നിന്റെ ശുദ്ധാത്മാവെന്നെ അധികാരം ചെയ്യണം. നിന്റെ സാന്നിധ്യം എന്നോട് കൂടിരിക്കണം, നിന്റെ ബലമുള്ള ഭുജമെന്റെ തുണയാകണം, നിന്റെ വചനവൻ പാദങ്ങൾക്ക് ദീപമാകണം, നിന്റെ ശുദ്ധാത്മാവെന്റെ മേലധികാരം ചെയ്യണം. നിന്റെ സാന്നിധ്യം എന്നോട് കൂടിരിക്കണം, നിന്റെ ബലമുള്ള ഭുജമെന്റെ തുണയാകണം, നിന്റെ വാചനവൻ പാദങ്ങൾക്ക് ദീപമാകണം, നിന്റെ ശുദ്ധാത്മാവെന്റെ മേലധികാരം ചെയ്യണം. 2 കരമെത്തുന്ന വിഴികൾ നിറയുമ്പോളം മഴവില്ലായി തെളിയും. മൊഴികൾ ഇടറുമ്പോൾ എന്നുടെ സ്വരമായി തീർന്നിടും. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും. മൊഴികൾ ഇടറുമ്പോൾ എന്നുടെ സ്വരമായി തീർന്നിടും. ദുഃഖമകന്നിടുവാൻ അമ്മേ പ്രാർത്ഥിച്ചിടണമേ, പാപമകന്നിടുവാൻ അമ്മേ യാചിച്ചിടണമേ. ദുഃഖമകന്നിടുവാൻ അമ്മേ പ്രാർത്ഥിച്ചിടണമേ,
പാപമകന്നിടുവാൻ അമ്മേ യാചിച്ചിടണമേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ സ്വന്തം അമ്മ നീ. ഒരു ചെറുപ്പക്കാരനാണ്, മേ ബി അറൗണ്ട് 27 ഇയേഴ്സ് ഉള്ള, ഒരു 27 വയസ്സോളം പ്രായമുണ്ട്. ഇവന് ധ്യാനത്തിൽ വരുമ്പോൾ ഇവന് മദ്യപാനമുണ്ട്, 6-ാം പ്രമാണ ലംഘനം, ഒരുപാട് സ്ത്രീകളുമായിട്ടൊക്കെ മോശമായ സൗഹൃദം സൂക്ഷിക്കുന്ന ജടിക ബന്ധങ്ങളൊക്കെ ഉള്ള സ്വഭാവമുണ്ട് അവന്. അപ്പോൾ വിശ്വാസമൊന്നുമില്ല, പള്ളിയിൽ പോകാനോ പ്രാർത്ഥിക്കാനോ സംസാരിക്കാനോ ഒന്നും വലിയ വിശ്വാസമൊന്നുമില്ല. മാതാപിതാക്കളോട് ഭയങ്കരമായ ഒരു എതിർചിന്തയാണ്. എൻ്റെ അപ്പം മരിച്ചു പോയതാണ്, അമ്മയൊട്ടും അനുസരിക്കത്തില്ല. ഇവനിവൻ്റെ ലോകത്താണ്, ജോലികളൊന്നും ഈ വർക്കൊന്നും ചെയ്യത്തില്ല, ചെയ്യും അതൊക്കെ കുറച്ച് ഒരു പ്രത്യേക രീതിയിലാണ്, മൂവ്മെൻറ്റ്സ് അവൻ്റെ രീതികൾ പ്രത്യേക രീതിയിൽ. നല്ല കഴിവുള്ള കൊച്ചായിരുന്നു. ഒരു +2 എനിക്ക് തോന്നുന്നു മോർ ദാൻ 90% മാർക്ക് കിട്ടിയവനായിരുന്നു ഞാൻ പിന്നീട് അറിഞ്ഞു. അപ്പോൾ അത്രയും എഡ്യൂക്കേറ്റഡായ കുട്ടിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇവനൊരു ഡിസോർഡർ, കംപ്ലീറ്റ് ടോട്ടലി ഡിസോർഡർ. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ അതൊരു ഡ്രഗ്സ് എടുക്കുമായിരുന്നു, മയക്കുമരുന്നിൻ്റെ എടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊരു സംഭവത്തിൽ കഴിയായിരുന്നു. പിന്നെ നമ്മുടെ അണക്കരവെന്ന് ധ്യാനത്തിൽ വന്ന് പങ്കെടുത്തു, വചനം നന്നായിട്ട് കേട്ടു. ഈ വചനം കേൾക്കുക, ഈ വചനത്തോട് മാത്രമേ ബന്ധനമുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ഈ പല സമൂഹത്തിൽ വല്ലതും കേൾക്കുമ്പോൾ എനിക്ക് പേടി. ദൈവവചനം ശരിക്കും ചെന്നാലേ, ആത്മാവിലോട്ട് ചെന്നാലേ ഇത് പോകുള്ളൂ, അല്ല ഒരിക്കലും ഇത് പോകത്തില്ല. അതുകൊണ്ട് വചനം കേൾക്കാൻ നമ്മുടെ ഹൃദയം തുറന്നു കൊടുത്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമുണ്ടാകും. ദൈവവചനമാണ് ശരിക്കും വിരുദല വാളാണല്ലോ. ഹെബ്രായ 4:12 പറയുന്ന ദൈവത്തിൻ്റെ വചനം സജീവവും ഇരുതല വാളിനേക്കാൾ മൂർച്ചയേതനയിലും ആത്മാവിലും സന്ധിബന്ധം മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ. അപ്പം നമ്മുടെ ശരീരത്തിന് എല്ലാ മേഖലയിലും ഒരു വലിയൊരു ക്ലീനിങ് നടത്തുന്ന, അല്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം നടത്തുന്ന ഒരു സംഭവമാണ് ദൈവവചനം. അപ്പം ഈ വചനം ഈ വ്യക്തി കേട്ട് അവസാനം ഇങ്ങനെ കുംസാരമൊക്കെ നടന്നു. കുംസാരം ചിലർക്ക് എന്നാൽ ഈ പൈശാചിക പീഡയുണ്ടെങ്കിൽ ഒരാൾ കുംസാരിക്കാൻ അത്ര എളുപ്പമൊന്നുമില്ല. അപ്പോൾ കുംസാര കൂടെ അടുക്കുമ്പോൾ അനുതാപം കിട്ടത്തില്ല, ഒരു പിണ്ടുമാത്തിന്മയിലോട്ട് പോകുന്നൊരു വലിയ സംഭവമുണ്ട്. ഇത് വലിയൊരു സംഭവമുണ്ട് ഇത്. അപ്പോൾ അവസാനം വന്നപ്പോൾ ഇവന് ഇതെല്ലാം കഴിഞ്ഞു, കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ അവസാനം എടുത്ത് അതൊന്നും അറിയുന്നില്ല, ഇവർ തലയൊക്കെ വെച്ച് ബന്ധിക്കുകയും അലറിക്കൊണ്ട് ഇവന് ഒരു താഴോട്ടൊക്കെ വീണു. ഇവന് പിന്നെ ഇവിടെ കിടന്നവനൊരു ബഹളമാണ്, ഒരു വിഷമം തോന്നും നമുക്ക് അവൻ്റെ അവസ്ഥ കാണുമ്പോൾ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കൂടെയുള്ള മറ്റുള്ളവരും ആ സമയത്ത് തന്നെ ആളുകളിങ്ങനെ ഒത്തിരി പേരുള്ളവർ നമ്മൾ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കും, കെയർ ചെയ്യും. പിന്നെ ആളുകൾ പിന്നെ അങ്ങനെ ശ്രദ്ധിക്കുകയൊന്നുമില്ല. അപ്പോൾ അതിങ്ങനെ പ്രാർത്ഥിച്ചു. ഏകദേശം എനിക്ക് 1 മണിക്കൂറോളം അവൻ അവിടെ നിലത്ത് കിടന്ന ഓരോ ശബ്ദങ്ങളും അവനൊന്നും അറിയുന്നില്ല, അവൻ കംപ്ലീറ്റ്ലി അൺകോൺഷ്യസ് ആണ്. കുറേ കഴിയുമ്പോൾ എനിക്ക് അത് വെളിപ്പെടുത്തിയൊരു മേഘം. അപ്പോൾ അതേ ഇത് തിന്മയുടെ ശക്തി ഈ വിട്ടുപോയി. അപ്പോൾ അത് പോയി കഴിഞ്ഞപ്പോൾ ഇവനൊരു മരിച്ചു കിടക്കുന്ന പോലെ ഒന്ന് അടുത്ത് കിടക്കും. പിന്നെ ഞാൻ ഹോളി വാട്ടറൊക്കെ തെളിച്ച് പിന്നെ കണ്ണ് തുറന്നു കഴിയുമ്പോഴത്തേക്കും അവൻ്റെ മുഖമൊക്കെ ഭയങ്കര പ്രകാശിച്ചു. അവൻ വന്നിട്ട് ആദ്യം എൻ്റെ കാല് പിടിച്ച് ക്ഷമയൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ എന്നോട് സ്നേഹത്തോടെ അപ്പം ഞാൻ പറഞ്ഞു, മോനെ ഇനി എല്ലാ ആദ്യശനിയാഴ്ച നീ വന്നുകൂടും. ഈ ആദ്യശനിയാഴ്ചൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ വരവാണ്. ഇതിൽ നിലനിൽക്കാൻ വേണ്ടി നമ്മൾ വചനം കൊടുക്കുന്ന വിധം. കാരണം വചനം കൂടെ നിന്ന് പോയാൽ, ഞാൻ ഏറ്റവും കൂടെ പെടുന്ന ലോകത്തെ ദൈവരാജ്യ ശുശ്രൂഷ നിന്ന് പോയാൽ ഇവൻ ഭയങ്കര ശക്തിപ്പെടും, ലോകത്ത് മുഴുവൻ ശക്തിപ്പെടും. ഇവൻ്റെ വേറെ ഒരു വഴിയിലൂടെ ഇതിനെ നമുക്കിന്ന് ബ്ലോക്ക് ചെയ്യുന്ന ദൈവവചനമാകുന്ന ഇരുതല വാളിറങ്ങി, അതായത് ഉൽപ്പത്തി പുസ്തകം 3:24 പറയുന്ന എല്ലാ വശത്തേക്കും കറങ്ങുന്ന ഒരു വാളെന്ന് പറയും, എല്ലാ വശത്തേക്കും. അത് നമുക്ക് ഉള്ളിൽ ദൈവവചനം കൊണ്ട് നിറഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ അപകടത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പം പിന്നെ വചനം കേൾക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ എനിക്കൊന്നൊരു 8-9 മാസം കഴിഞ്ഞ് പിന്നെ അവന് എല്ലാ ആദ്യ ശനിയാഴ്ചയും വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ ആദ്യത്തെ ശനിയാഴ്ച വരുമ്പോൾ തന്നെ എന്നോട് പറയുന്നുള്ളൂ, വെച്ചാൽ
അവൻ്റെ മുഖത്ത് ഭയങ്കര പ്രകാശം. അവൻ പറഞ്ഞു പിന്നെ എന്നെ മദ്യപിച്ചിട്ടില്ല, മോശമായ സ്ത്രീകളുമായിട്ട് തിന്മയിലോട്ട് പോയിട്ടില്ല, ഡ്രഗ്സ് എടുത്തിട്ടില്ല. അവന് വളരെ കാമാകാൻ തുടങ്ങി, അവൻ ജോലിക്ക് പോകാൻ തുടങ്ങി. പ്രസലോഷ് അവൻ്റെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്യപ്പെടാൻ തുടങ്ങി. കൈകടിച്ച് കർത്താവ് നന്ദി പറയും. ഹല്ലേലൂയ. ഉത്സവവേളയിൽ നമ്മൾ തീരുമാനം എടുക്കാറുണ്ട്. നമ്മുടെ ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തേക്ക് വെച്ചിട്ട് നമ്മൾ 2 കാര്യങ്ങൾ നമ്മൾ പറയും. ഒന്നാമത്തെ ചോദ്യം, പിശാചിനെ അവൻ്റെ ആഡംബരങ്ങളെ ഉപേക്ഷിക്കുന്നു. പാപബോധന അല്ലേ ഉപേക്ഷിക്കുന്നു എന്ന് പറയും. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു. അപ്പോൾ ഉപേക്ഷിച്ച് അവനെ ദുഷ്ടാരൂപിയെ തള്ളിപ്പറണ്ട കയറുന്നത്. ഈ ആദിമ സഭയിലൊക്കെ ഈ മാമോദീസായിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി വരുമ്പോൾ അവർക്കാണ് 4 പ്രാവശ്യം എക്സോർസിസം കൊടുത്തിരുന്നു പറയുന്നുണ്ട്. പിശാച് ബഹിഷ്കരണം, പിശാച് ബഹിഷ്കരിക്കുന്ന 4 പ്രാവശ്യത്തെ ഒരു കർമ്മം നടത്തുമായിരുന്നു. ആ 4ാമത്തെ പ്രാവശ്യം കഴിഞ്ഞ ശേഷമാണ് അവർക്ക് മാമോദീസ കൊടുത്തിരുന്നു പറയുന്ന സഭയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ട്. ഇതിനെ എക്സോർസിസം കൊടുത്ത് അതിനെ ദുഷ്ടാരൂപിയെ പുറത്താക്കിയ ശേഷം മാത്രമാണ് ഈ പരിശുദ്ധ കൊടുക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ അന്ന് തൊട്ട് ശരിക്കും ഒരു കാര്യം, നീ സഭയോട്ട് കയറുമ്പോൾ തൊട്ട് പിശാച് നമ്മുടെ ശത്രു, നിന്റെ ശത്രു. കാരണം നീ ഈശോയുടെ ഭാഗമായി, ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി, ഉയർപ്പിൻ്റെ മക്കളായി തീർന്നേ. അപ്പോൾ അവൻ നിന്റെ ശത്രുവായിട്ട് നിന്റെ പുറത്തുണ്ട്. അപ്പോൾ നീ പിന്നെ അവൻ്റെ അടുത്തേക്ക് ചെന്നാൽ, ദൈവത്തിൻ്റെ മക്കൾ, തിരഞ്ഞെടുക്കപ്പെട്ട മക്കൾ അങ്ങോട്ട് ചെന്നാൽ ഉടനെ അവന് തീർത്ത് കളയും. ആര് ചെന്നാലും അവൻ. കാരണം ഇപ്പോഴത്തെ നീ ഇവിടുത്തെ അവൻ്റെ ആളല്ലെന്ന് അവനറിയാം. നീ ഇപ്പം ഈശോയുടെ സ്വന്തമാണെന്നറിയാം, ദൈവരാജ്യം സ്വന്തമാണെന്നറിയാം. അപ്പം നീ വേറെ ആളാണ്, നീ അവൻ്റെ ശത്രുവാണ്. അപ്പം നീ അവനുമായിട്ട് അടുക്കാനോ കൂടാനോ അവനറിയാം, നിന്നെ ഒരിക്കലും സ്വന്തമാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിന്നെ കിട്ടുന്ന അവസരത്തിൽ അവൻ നിൻ്റെ ജീവിത ഭാവിയും നിന്റെ എല്ലാ മേഖലയും നശിപ്പിച്ച് കളയുന്ന കാണാൻ പറ്റും. കൈയെടുത്ത് കർത്താവ് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. 2 കരമെടുത്തൊരു ഹല്ലേലൂയ. ഒറ്റ വിളി ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത് ഈ പൈശാചിക പീഡകളുടെ മേഖലയെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഈ 1-ാം പ്രമാണ ലംഘനം വളരെ സീരിയസ് ആയിട്ട് എടുത്തോണം. അതിൽ ഒരിടത്ത് പോലും നമുക്കൊരു വിട്ടുവീഴ്ച ഉണ്ടായേക്കരുത്. നമുക്കൊരു ദൈവമുള്ളൂ, ഒരു കർത്താവേ ഉള്ളൂ, ഒരു ഈശോമിശിഹായേ ഉള്ളൂ. ആ കർത്താവിൻ്റെ വചനം വാക്കുകൾ നമ്മൾ അതേപടി കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തിൻ്റെ 20-ാം അധ്യായം 1 മുതലുള്ള വചനം, ദൈവം അരുളി ചെയ്ത വചനങ്ങളാണവ. അടിമത്വത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളുടെ 3-4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറ വരെ ഞാൻ കരുണ കാണിക്കും. സർവ്വോന്നത പറഞ്ഞു ഹല്ലേലൂയ. ഈ 1-ാം പ്രമാണത്തിൻ്റെ ഗൗരവത്വം പറയുക. അതാണ് ഈ നിയമാവർത്തന പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വചനം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം, നീ നിന്റെ ഇസ്രായേലെ കേൾക്കുക, ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാനെന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. സർവ്വോന്നത പറഞ്ഞ ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വീണ്ടും തിരിച്ചു വരിക. അതായത് ഈ പൈശാചിക ശക്തികൾ പ്രവർത്തിക്കുന്ന വലിയൊരു മേഖലയാണ്. ഇത്തരമുള്ള ദർശനക്കാരുടെയും സംഭവങ്ങളുടെയും എല്ലാം പിന്നാലെ പോയി കഴിയുമ്പോൾ ഒത്തിരി പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മൾ അവിടെ ഇവിടെ എല്ലാം കാണുമ്പോൾ ഈ ചില പ്രത്യേക ആളുകൾ വീടുകളിൽ നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ സൂക്ഷിക്കണം. നമ്മൾ ഈ അടയാളങ്ങൾ, കാരണം അത് ദൈവത്തിൽ നിന്നാണോ എന്ന് നമ്മൾ ശരിക്കും ചിന്തിക്കണം. ചിലത് വളരെ മാരകഭാവത്തിൽ നിന്ന് കടന്നുകൊണ്ട് തന്നെ ദർശനങ്ങളും വെളിപാടുകളും പ്രവചനങ്ങളും നടത്തും. ഭയങ്കര കറക്റ്റായി ഇവർ പറയുന്നത്. പക്ഷെ ഇവരെ നയിക്കുന്ന അരൂപി ഏത് എന്നുള്ളതാണ് ഏറ്റവും വലിയ നയിക്കുന്ന അരൂപി. അവരെ കൺട്രോൾ, അവർക്ക് നമ്മളോട് പറഞ്ഞു തരുന്ന അരൂപി ഏത് എന്നുള്ളതാണ്. അതാണ് ഈ 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ യോഹന്നാൻ ശ്ലീഹ പഠിപ്പിക്കുന്നൊരു വലിയ രഹസ്യമാണ്, ആത്മീയ രഹസ്യമുണ്ട്. അതായത് നിങ്ങൾ എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്. അത് ഓരോ ആത്മാവും ദൈവത്തിൽ
ദൈവത്തിൽ നിന്നാണോ എന്ന് നിങ്ങൾ വിവേചിച്ച് അറിയുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ വായിക്കാം വചനം 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 1-2. പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കും. എല്ലാ ആത്മാക്കൾ പ്ലൂറൽ ഉപയോഗിക്കുന്നത്, ഒരുപാട് ആത്മാക്കളുണ്ടെന്ന് പറയാം, അരൂപികൾ. ഈ എല്ലാ അരൂപികളെയും വിശ്വസിക്കരുത്. രക്ഷിക്കുക എന്ന് പറയും പലത് അതാണ്. അപ്പം എല്ലായിടത്തും അരൂപികൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അടയാളങ്ങൾ പലതും അതുകൊണ്ട് വളരെ സൂക്ഷിക്കണമെന്ന് പറയും. അപ്പം ആത്മാക്കളെ പരിശോധിച്ച ദൈവത്തിൽ നിന്നാണോ എന്ന് പരിശോധിക്കും. ഇപ്പം സത്യാത്മാവാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. സത്യാത്മാവ് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ തിരുസഭയെ ഞാൻ സ്നേഹിക്കാൻ. കാരണം തിരുസഭയിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മാവ് സത്യാത്മാവാണ്, ഒറിജിനൽ ആത്മാവാണ്. അപ്പസ്തോലന്മാരുടെ കൈവയ്പിലൂടെ സഭയിലേക്ക് ഒഴുകപ്പെട്ട പരിശുദ്ധാത്മാവ് ഇന്ന് സഭയിലൂടെ നമുക്കത് തന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കൂദാശകളിലൂടെ നമുക്ക് ആ പരിശുദ്ധാത്മാവ് തൻ്റെ കൃപകളും ദാനങ്ങളും അഭിഷേകങ്ങളും നമുക്ക് തന്നുകൊണ്ടിരിക്കുക. ആ ഒരു സത്യാത്മാവിനെ നമ്മൾ ഉറച്ചു വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും വചനത്തിൽ പറയുന്നുണ്ട് 2 കൊരിന്തോസിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 13-14 വചനത്തിൽ പൗലോസ് ഈ അപ്പസ്തോലൻ, വ്യാജ അപ്പസ്തോലൻ, കപട അപ്പസ്തോലന്മാരെ കുറിച്ച് പറയും. അപ്പസ്തോലൻ വെച്ച് സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകളെ കുറിച്ച് തന്നെ പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെ കപട അപ്പസ്തോലന്മാർ, സഭയുടെ സത്യസഭയുമായിട്ട് ഐക്യമില്ലാത്ത ആൾക്കാരുണ്ട്. സത്യവിശ്വാസവുമായിട്ട് ഐക്യം, വിശ്വവിശ്വാസവുമായിട്ട് ബന്ധമില്ലാത്ത കപട അധൂപിക, അവരും ചില അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുന്നു. അതുകൊണ്ട് പൗലോസ്ലിഹ നോക്കിയപ്പോൾ പൗലോസ്ലിഹ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ സഭാസമൂഹത്തിൽ കണ്ടപ്പോൾ പൗലോസ്ലിഹ പറഞ്ഞൊരു വചനമുണ്ട്. 2 കൊരിന്തോസ് 11-12 മുതൽ, ഞാനിപ്പോൾ ചെയ്യുന്നത് തുടർന്നും ചെയ്യും. അങ്ങനെ തങ്ങളുടെ പ്രേക്ഷിത വേല ഞങ്ങളുടേതുപോലെ തന്നെയാണെന്ന് വൻപു പറയുന്നവരുടെ അവകാശവാദം ഞങ്ങൾ ഖണ്ഡിക്കുകയും ചെയ്യും. അത്തരക്കാർ കപടനാട്ടുകാരായ അപ്പസ്തോലന്മാരും വഞ്ചകരായ ജോലിക്കാരും ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരായി വ്യാജവേഷം ധരിച്ചവരുമാണ്. അത്ഭുതപ്പെടേണ്ട പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. അതിനാൽ അവൻ്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിലെന്ത് അത്ഭുതം! അവരുടെ പരിണാമം അവരുടെ പ്രവൃത്തികൾക്ക് അനുസൃതം ആയിരിക്കും. 2 കാലത്ത് പറഞ്ഞു ഹല്ലേലൂയ. ഏറ്റു പറഞ്ഞ് അത്ഭുതപ്പെടേണ്ട, എല്ലാവരും പറഞ്ഞ് അത്ഭുതപ്പെടേണ്ട പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. അതുകൊണ്ട് ഈ അടയാളം, അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. തിരുസഭയെപ്പോഴും ആ തിരുസഭയെ നമ്മൾ നോക്കുമ്പോൾ ഒരു കൃപ ഇങ്ങനെ നിൽക്കുന്ന സഭയാണ്. അതിൽ നമ്മൾ കാണുന്നത് വേറൊരു രീതിയിലാണ് അതിൻ്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്നത്. അത് വിശ്വാസത്തിലൂടെ അനുഭവിച്ചു. അതുകൊണ്ട് തിരുസഭയുടെ ഉള്ളിൽ ആ 10 പ്രമാണങ്ങളുടെ ഒക്കെ ഉള്ളിൽ നിൽക്കാൻ തയ്യാറാകണം. അപ്പം അതിന് വെളിയിൽ നമ്മൾ ഇറങ്ങുന്നത് കൊണ്ടുള്ള നമ്മുടെ ഇങ്ങനെയുള്ള മേഖലയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫെയ്ത്ത് പോവും. ചില കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെയുള്ള മേഖലയിൽ ഇപ്പോൾ ചില മാതാപിതാക്കൾ പോകുന്നു സ്ഥലവിൽപ്പനയ്ക്ക്, ജോലി മേടിച്ചെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വിവാഹം നടത്തിയെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കടബാധ്യതകൾ മാറാൻ വേണ്ടി, അത് വിദേശത്ത് പോകാൻ വേണ്ടി, പഠനത്തിൽ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി, ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളുടെ അടുക്കലേക്ക് പോയി കഴിഞ്ഞാൽ വലിയൊരു ബന്ധനമാണ് അടിക്കാൻ പോകുന്നത്. അത് ശാസ്ത്രീയ എനിക്ക് മേഖല വളരെ വ്യക്തമായിട്ട് ഉൾപ്പെടും. പണക്കരെ ഞാൻ കാണാറുണ്ട്. ഇങ്ങനെയുള്ള മേഖലയിൽ പോയി വരുമ്പോഴേ പറയുമ്പോൾ അവരെ നിന്നപ്പോഴേ സമ്മതിക്കും. അപ്പോൾ അത് കെട്ടഴിഞ്ഞു പോകുന്നത് കാണാൻ പറ്റും. ഹല്ലേലൂയ. ദൈവാരാധന നടത്തുക, ഒരു പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ കാണാം പ്രാർത്ഥന. അത് ചുമ്മാ ഒരു കലാപരിപാടിയല്ലത്. കുർബാന അർപ്പിക്കുമ്പോൾ അതൊരു സംഗീത വിരുന്നല്ലത്. അതിനപ്പുറത്തുള്ള കർത്താവിൻ്റെ കാൽവരി ബലിയുടെ ഒരു അനുഭവമാണത്. ആ അനുഭവത്തിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനകളാണ്, ആരാധനയാണ്, ഹൃദയം കൊണ്ടുള്ള ആരാധനയാണ്, ജീവിതം കൊണ്ടുള്ള അല്ലേ. ഒരു ബലിയാകണമെങ്കിൽ ഒറ്റ നിയമമുള്ളൂ, സാക്രിഫൈസ് എലമെൻ്റ് അല്ലേ. അത് സാക്രിഫൈസ് ഉണ്ടാകണം, നമ്മൾ ത്യജിക്കലുണ്ടാകണം, സഹനം ഉണ്ടാകണം. ഒരു ബലിയർപ്പണത്തിൽ സഹനമില്ലെങ്കിൽ അത് ബലി പൂർണ്ണമാകത്തില്ല. ബലിയർപ്പണത്തിൽ സഹനമുണ്ട്. അതാണ് ഒരു പരിശുദ്ധ കുർബാനയ്ക്ക് വരുന്ന വ്യക്തിയുടെ സഹനം. എന്താ? ശത്രുവിനോട് ക്ഷമിക്കുന്നു, പീഡിപ്പിച്ചവർക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു, ഒരു കരണത്തടിക്കുന്നവന് മറ്റേ കരണം കാണിച്ചു കൊടുക്കുന്നു, നമുക്കതിന് അപവാദം പറയുമ്പോഴും അവരെ സ്നേഹിക്കുന്നു, വിശുദ്ധി പാലിക്കുന്നു. അതാണ് ത്യാഗം. അതാണ് ആ ത്യാഗത്തിൽ നിന്നുകൊണ്ട് നടത്തുമ്പോഴാണ് ബലി. അപ്പോൾ നമ്മൾ കണ്ണുനീര് പൊടിയുന്ന കാണാം അല്ലേ. ചില ആളുകൾ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല, അവർ കരയുന്ന കാണാം. വേദനയിൽ നിന്നുകൊണ്ടാണ് ബലി അർപ്പിക്കുന്നത്. ത്യാഗമുണ്ടോടെ, അല്ല ചിരിച്ച് കളിക്കല്ല, അതൊരു പരിപാടിയായിട്ട് മാറിപ്പോകും. 2 കഴുത്തോട് ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുസരണം വേണം, ദൈവത്തോടുള്ള അനുസരണം. അതുകൊണ്ട്
ഈ ഇത്രയും കൂട്ടെ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ആകാശത്തിന്റെ വാതിൽ തുറക്കപ്പെടണം. ആ തുറക്കപ്പെടണമെങ്കിൽ അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ ഐശ്വര്യമാസ്വദിക്കും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായി തുടരും. ധിക്കാരം തുടങ്ങുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മുഖം മറയ്ക്കുമെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അനുദപിക്കാൻ സാധിക്കട്ടെ. എല്ലാം ഒട്ടും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാം ഒട്ടും പാടും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. കരങ്ങൾ ഉയർത്തുന്ന ഈശോയെ ദൈവകുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ചേർന്ന് പാടാമോ? കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ ആമേൻ. നമുക്ക് എഴുന്നേറ്റിരിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. കൈകളടിച്ച് പാടി ഈശോ ആരാധിക്കണം. സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഈശോയെ സർവശക്തിയോടെ ഈശോ വിളിച്ച് അല്പങ്ങൾ സ്വരമുയർത്തി അഭിഷേകത്തോടെ ഹല്ലേലൂയ കൈയടിച്ച് പാടാം. കൈകളടിച്ച് കരങ്ങളുയർത്തി കൈയടിച്ച് ഹല്ലേലൂയ കരങ്ങളുയർത്തി അടിച്ച് ആമേൻ യേശുനാഥ ആമേൻ ദൈവപുത്ര ആമേൻ സർവശക്ത നിത്യപിതാവേ ആമേൻ യേശുനാഥ ആമേൻ ദൈവപുത്ര ആമേൻ സർവശക്ത നിത്യപിതാവേ ആമേൻ യേശുനാഥ ആമേൻ ദൈവപുത്ര ആമേൻ സർവശക്ത നിത്യപിതാവേ ആമേൻ യേശുനാഥ ആമേൻ ദൈവപുത്ര ആമേൻ സർവശക്ത നിത്യപിതാ. ഒറ്റ വിളിച്ചോ കൈകടിച്ചു പാടാം. കരമുളിയർത്തി അടിച്ചു ബഹിഷ്കരിക്കുന്നു. ഈ കൂട്ടായ്മയുടെ മേലും ദേശത്തിന്റെ മേലുള്ള സാത്താന്റെ രൂപികളെ ബന്ധിക്കുന്ന നാമത്തിൽ ബഹിഷ്കരിക്കുന്ന നാമത്തിൽ രോഗപീഠകളെ ബന്ധിക്കുന്നു. തകർച്ചകളെ ബന്ധിക്കുന്നു. അഹങ്കാരത്തെ ബന്ധിക്കുന്നു. മദ്യപാനികളെ ബന്ധിക്കുന്ന നാമത്തിൽ മയക്കുമരുന്നിലേക്ക് ബന്ധിക്കുന്ന ശ്രമത്തിൽ തകർന്ന കുടുംബങ്ങളെ ബന്ധിക്കുന്ന ശ്രമത്തിൽ ഒന്നാം പ്രമാണ ലംഘനത്തിൽ കഴിഞ്ഞ എല്ലാ കുടുംബങ്ങളെ വ്യക്തികളെയും വിശ്വമിശയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. ഒറ്റ വിളിച്ചോ
കൈയടിച്ച് കരമുടിയോർത്തി കഴിച്ച് കൈകളുയർത്തി പോരാ ശക്തിയോടെ. പെന്തക്കുസ്തനാളിലെ ആ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ. പെന്തക്കുസ്തനാളിലെ ആ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ. അഗ്നിനാവിറങ്ങി വാ. ഇവിടെ കുടുംബങ്ങളിലെ പശാശക്തികളെ ബന്ധിക്കുന്ന പരിശുദ്ധ കുർബാന കൊണ്ട് ബന്ധിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സഹവാസം നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും.